എല്ലാ നിയമങ്ങളും കാലാനുസൃതമായി മാറണം. ഇപ്പം എന്താണ് വന്യജീവി നിയമം മാറണമെന്ന് 20 കൊല്ലം മുമ്പ് ആരും പറയണ്ടായിരുന്നില്ലല്ലോ. 10 കൊല്ലം മുമ്പ് ആരും പറഞ്ഞിരുന്നില്ലല്ലോ വന്യജീവി നിയമം മാറ്റണമെന്ന്. ഞങ്ങളാരും പറഞ്ഞില്ല, നിങ്ങളും പറഞ്ഞില്ല, മാധ്യമങ്ങളും പറഞ്ഞില്ല, ജനങ്ങളും പറഞ്ഞില്ല. ഇപ്പോൾ അന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യജീവിയെയും ജീവികളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥകളെയും വംശനാശം വരുത്തുന്ന രീതിയിൽ ഉള്ള ഇടപെടാണ്. പോച്ചിങ് ആയിരുന്നു, ഹണ്ടിങ് ആയിരുന്നു, കയറിയിട്ട് എല്ലാ സ്ഥലത്തും. അതിനെ വംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതിനെതിരെയാണ് വന്യജീവി നിയമം വന്നത് ആ കാലത്ത്. അതുകൊണ്ടാണ് നാട്ടിലെ വനങ്ങളും വന്യജീവികളും നിൽക്കുന്നത്. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കള്ളിങ് കൊണ്ടില്ല, മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ചിട്ടാണ്. അല്ലാതെ വന്യജീവി നിയമം ഉണ്ടാക്കിയതിലല്ല. 50 കൊല്ലം മുമ്പാണ്, 52 കൊല്ലം മുമ്പാണ് വന്യജീവി നിയമം ഉണ്ടാക്കിയത്. ഒരുപാട് നിയമങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഭേദഗതി വരുത്തണം. അപ്പോൾ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ടാണ് ഈ ഡിമാൻഡ് പൊങ്ങി വരുന്നത്. അതിപ്പോൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കേണ്ട സമയമാണ്. അല്ലാതെ ഇതിൻ്റെ അത് കോൺഗ്രസും BJP CPM ഒന്നുമില്ല. മനസ്സിലായില്ലേ?